വെൽക്കം ബാക്ക് ടു ടെക് ട്രാവൽ റെക്കോർഡ്സ്. ഈ വീഡിയോയിലൂടെ തൃശ്ശൂർ പാലിയേക്കര ടോൾ ഒഴിവാക്കി എങ്ങനെ യാത്ര ചെയ്യാമെന്നാണ് നിങ്ങൾ കാണുവാൻ പോകുന്നത്. ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്നും അങ്കമാലി ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇത് നമുക്ക് പോവേണ്ടുന്ന വഴിയുടെ റൂട്ട് മാപ്പാണ്. 4 കിലോമീറ്റർ കൂടുതലായിട്ട് നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. കാറുകൾ പോലുള്ള 4 വീൽ വാഹനങ്ങളെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. 6 വീലോ അതിന് മുകളിലേക്കുള്ള വാഹനങ്ങളോ ആണെങ്കിൽ ചിലപ്പോൾ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ടോൾ എത്തുന്നതിന് മുമ്പ് റൈറ്റ് തിരിയണം. ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം. ഇത് ഇരവക്കാട് റോഡാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ ആരെയും ടോൾ കൊടുക്കാതെ പോകുവാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എങ്കിലും ചില സന്ദർഭങ്ങളിൽ ഈ പാലിയേക്കര ടോളിൻ്റെ അവിടെ ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ വാഹനങ്ങൾ കടന്നു വന്നാൽ അത് കടത്തിവിടാനുള്ളൊരു ഓർഡറുണ്ട്. പക്ഷേ അവിടെ ടോളിലുള്ള അധികൃതരാരും അതുപോലുള്ള നിയമങ്ങളൊന്നും അനുസരിക്കാറില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള വഴികളൊക്കെയും ചൂസ് ചെയ്യാം. ഇത് എരവക്കാടാണ്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം. അഥവാ വഴിതെറ്റി നേരെ പോയാലും അടുത്തായിട്ടൊരു റെയിൽവേ ക്രോസിംഗ് കാണാം. അവിടെ ചെന്നതിന് ശേഷം വണ്ടി തിരിച്ച് ഈ ജംഗ്ഷനിൽ വന്നിട്ട് റൈറ്റ് തിരിയുക. ഇനിയുള്ള റോഡ് കുറച്ച് മോശവുമാണ്, അതുപോലെ തന്നെ വീതിയും കുറവാണ്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം.
അങ്ങനെ ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ്. ഈ പാലം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ അങ്കമാലി ഭാഗത്തുനിന്ന് വരുന്നതാണെങ്കിൽ ടോൾ പ്ലാസ എത്തുന്നതിന് മുമ്പ് ആ പാലം കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഈ വന്ന വഴി പോവുക. നമുക്കിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിയാം. ഈ വീഡിയോയുടെ ഒരു ഭാഗവും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി സ്പീഡ് കൂട്ടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടുന്ന് റൈറ്റ് തിരിയുക. ഇനി നേരെ അങ്കമാലിക്ക്. റൂട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ടോൾ പ്ലാസയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.